നമുക്ക് നമ്മുടെ ചുറ്റുപാടും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വില കൂടുന്നുവെന്ന്. ചില ദിവസങ്ങളിൽ കൂടും, ചില ദിവസങ്ങളിൽ കുറയും. അങ്ങനെ ഏറെയും കുറഞ്ഞു നിൽക്കുമ്പോൾ ഇന്നത്തെ സാഹചര്യം എന്താണെന്ന് നോക്കാം. അടുത്തതായി ഇറച്ചിക്കും മീനിനും ഒപ്പം സംസ്ഥാനത്ത് പച്ചക്കറിക്കും തീപിടിച്ച വിലയാണ്. പെട്ടെന്നുള്ള കാലാവസ്ഥാ വ്യതിയാനവും തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറി വരവ് കുറഞ്ഞതുമാണ് വിലക്കയറ്റത്തിന് കാരണം. പയറിനും ബീൻസിനും വില 100 കടന്നു. ബീൻസിനും ഉള്ളിക്കും വില കുതിച്ചു കയറുകയാണ്. വിവരങ്ങളുമായി ആർ ശ്രീജിത്ത് ആലപ്പുഴയിൽ നിന്ന് നമുക്കൊപ്പം ചേരും. അതിനുശേഷം നമുക്ക് കോഴിക്കോട്ടേക്ക് പോകണം. ആദ്യം ആലപ്പുഴയിലേക്ക് പോകാം. ആർ ശ്രീജിത്ത്, ആലപ്പുഴയിൽ ഏത് ഐറ്റമാണിപ്പോൾ പച്ചക്കറി ഇനത്തിൽ കിറ്റിലേക്ക് ഇടണ്ട എന്ന് കരുതി അവിടെയുള്ളവർ മാറ്റിവെക്കുന്നത്? എത്രമാത്രം വില കൂടിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയും കഴിഞ്ഞ മാസവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ? സുജയ, മത്തിക്കും മറ്റ് മത്സ്യവിഭവങ്ങൾക്കും ഒപ്പം ഇറച്ചിക്കും ഒപ്പം പച്ചക്കറിക്കും നല്ല വിലയാണ്. പോക്കറ്റിൽ നന്ന കനമുണ്ടെങ്കിൽ മാത്രമേ ഒരു പച്ചക്കറി കടയിൽ കയറി ഇപ്പോൾ പച്ചക്കറി സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയൂ എന്നതാണ് യാഥാർത്ഥ്യം. അത്രയ്ക്ക് വില കൂടിയിരിക്കുന്നു. ഇന്നലെ ആലപ്പുഴയിലെ വിപണിയിൽ തക്കാളിക്ക് 100 രൂപയായിരുന്നു. ഇന്ന് അതൊരു 4 രൂപ കുറഞ്ഞിട്ടുണ്ട്. 96 രൂപയാണ് ഇന്നത്തെ വില. എന്നാൽ മറ്റുള്ള സാധനങ്ങൾക്ക് ബീൻസ്, പയർ അല്ലെങ്കിൽ ചേന, എന്തിനു പറയുന്നു, ചേനയ്ക്ക് പോലും 85 രൂപയാണ് 1 കിലോഗ്രാം ചേനയ്ക്ക് വില. മധ്യതിരുവിതാംകൂറിൽ സുജയ്ക്ക് അറിയാമല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ ഈ അവിയലിനൊക്കെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത വിഭവമാണ് ചേന. അത്തരത്തിൽ പടവലങ്ങയ്ക്ക്, ഈ പടവലങ്ങയ്ക്ക് പോലും 45 രൂപ കിലോഗ്രാമിന് വിലയുണ്ട്. അത്തരത്തിൽ വലിയ തോതിലുള്ള വില വർധനമാണുള്ളത്. ഈ പിടിപ്പയറിന് ഇതിനൊക്കെ 145 രൂപയ്ക്ക് മുകളിലാണ് വില. ബീൻസിലൊക്കെ തൊട്ടാൽ നമ്മുടെ കൈ പൊള്ളും. ആ നിലയ്ക്കാണ് കാര്യങ്ങൾ ഉള്ളത്. അത്രയ്ക്ക് വലിയ തോതിൽ വില ഉയർന്നിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഉപഭോക്താക്കളുണ്ട് ഇവിടെ. എന്താണ് തക്കാളിയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? വാങ്ങുമോ? തക്കാളി ഇപ്പൊ എണ്ണി മേടിക്കണം. എണ്ണി മേടിച്ചാലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം അത്രയും വില കൂടി. വില കൂടിയെന്ന കാരണം നമ്മളിപ്പോ ഗവൺമെന്റ് തന്നെ പറഞ്ഞു ഞങ്ങളും കൃഷിയിലേക്ക്. എത്ര പേര് അത് കൊണ്ടുവരുന്നതെന്ന് അറിയുന്നില്ല. അങ്ങനെ വന്നാൽ നമുക്ക് വെളിയിൽ നിന്നുള്ള സാധനം ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉത്പാദിപ്പിച്ച് നമുക്കിത് മേടിക്കാൻ പറ്റും. പൈസ ഉണ്ടോ കയ്യിൽ? പൈസ ഇല്ല, അതല്ലേ പ്രശ്നം. പൈസ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് വേണ്ടി ഈ പറഞ്ഞ കൃഷി ചെയ്യാം. കൃഷി ചെയ്യുന്നില്ല ആരും. അതുകൊണ്ടാണ് ഇത്രയും ദുരിതം അനുഭവിക്കുന്നത്. ഇപ്പോഴേ ഈ മൊത്തത്തിൽ ഈ സാധനങ്ങൾക്ക് ഇപ്പം മത്തിക്കാണെങ്കിൽ നല്ല വിലയാണ്. മറ്റു സാധനങ്ങൾ അപ്പൊ ഇതൊരു വില നിലവാരം ഉയർന്ന് നമ്മുടെ ഈ അക്കൗണ്ട്, നമ്മുടെ ഒരു മാസ ബജറ്റിനെ ബാധിക്കും. നല്ല പോലെ ബാധിക്കുമല്ലോ, ഉറപ്പായിട്ടും ബാധിക്കും. കാര്യം ഇപ്പം ജനങ്ങൾ സഫർ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം ഇത് തന്നെയാണ്. നിത്യോപയോഗ സാധനത്തിന്റെ വില വെളിയിൽ നിന്ന് വരുന്നതിന്റെ വർദ്ധിക്കുന്നതുകൊണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ്. പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ചെയ്യാനുള്ള മാർഗം നമ്മൾ തേടുന്നില്ല എന്നുള്ളതാണ് നല്ലത്. ഇതാണ് സുജിയ, ആളുകൾ ഇപ്പോൾ നമ്മുടെ ഈ കടയുടെ ഉടമയുണ്ട്. എങ്ങനെയാണ് കാര്യങ്ങൾ ഇവിടെ? വില ഭയങ്കര ജാസ്തിയാണോ ഈ പച്ചക്കറിക്ക് മൊത്തം പൊതുവിൽ? അല്ല, അത് എല്ലാ വർഷങ്ങളിലും ഉണ്ടാകുന്ന ഇത് തന്നെയാണ്. ഈ സീസണിൽ ഉണ്ടാവും, എല്ലാ ഇതിലും ഉണ്ടാകുന്നത്. പിന്നെ അവിടുത്തെ ലഭ്യത കുറവ് കാരണമായിരിക്കും ഇത് പറഞ്ഞത്. ഈ തക്കാളിക്കൊക്കെ ഇങ്ങനെ വില കൂട്ടി എങ്ങനെ കാര്യങ്ങൾ? തക്കാളി കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ആയിരുന്നു. ഈ വില തന്നെ ആയിട്ടുണ്ട് നമുക്ക്. പിന്നെ തക്കാളി കഴിഞ്ഞ 40 രൂപ ആവും, 20 രൂപ. ഈ പച്ചക്കറി ചേനയൊക്കെ പുറത്തുനിന്ന് വരുന്നതാണോ? 85 രൂപ കാണുന്നില്ല. 80 രൂപ. ഇന്നലെ 85. അല്ലല്ല, നമ്മള് മറ്റേ മാർക്കറ്റില് അല്ല, ഞങ്ങൾ ഇവിടെ വിൽക്കുന്ന 78 രൂപ, 80 രൂപ, ആ റേഞ്ചിലാണ് വിൽക്കുന്നത്. എന്താ ചേനയ്ക്കൊക്കെ വില കൂടാൻ കാരണം? ചേന എല്ലാത്തിന്റെയും ലഭ്യത കുറവായിരിക്കും. ഇപ്പം ഒട്ടുമിക്ക 80% സാധനവും ചേനയൊക്കെ തമിഴ്നാട് നല്ലല്ലോ വരുന്നത്. നമ്മുടെ ഇവിടെ ഒന്നും ഉണ്ട്. അല്ല, ഇവിടെ കുറവായിരുന്നു. ഇവിടെ ഇപ്പൊ സീസൺ ആകുന്നേ ഉള്ളൂ. ചേനയുടെ ഇതാകുന്നേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും അതിൻ്റെത്. ഈ പടവലം എല്ലാത്തിനും നല്ല പടവലം 45-48 രൂപ. അത് വലിയ പ്രൈസ് അല്ലേ. ഇപ്പൊ തമിഴ്നാട്ടിൽ ചൂട് കൂടിയ അങ്ങനെയൊക്കെ ചൂട് കൂടിയത്, മഴ അങ്ങനെയുള്ളതായിരിക്കും. അവിടുത്തെ ലഭ്യത കുറവാണ്. പിന്നെ നമ്മുടെ അവിടെ ആളുകൾ വരുന്നവരൊക്കെ ഇപ്പോൾ നമ്മളൊരു പച്ചക്കറിക്ക് വില കൂടുതലാണെങ്കിൽ ഇന്ന് പയറുതോരൻ വെക്കണ്ട എന്ന് വെക്കും, ബീൻസ് വേണ്ട എന്ന് വെക്കും, അങ്ങനെ മാറ്റിപ്പിടിക്കും. പകരം വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാക്കാമെന്ന് വെക്കും. അങ്ങനെ ആളുകൾ പച്ചക്കറി വാങ്ങുന്നതിൽ മാറ്റിപ്പിടിക്കുന്നുണ്ടോ? അതുകൂടി എന്നാ കച്ചവടക്കാരനോട് ചോദിക്കാം. ഈ വില, ഈ ആളുകൾ വില കൂടുന്നത് കാരണം സാധനങ്ങൾ വാങ്ങുന്നത് കുറയുന്നുണ്ട്? ഇല്ല, ഇപ്പം ഈ സത്യം പറഞ്ഞാല് ഞങ്ങളെ വില കൂടുന്തോറും കച്ചവടം ആൾക്കാർക്ക് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ തക്കാളിയൊക്കെ ഇപ്പൊ 1 കിലോ എടുക്കുന്നവർ അത് ചിലപ്പോ 100 ഗ്രാമോ 1/4 കിലോ ഒക്കെ കുറക്കും അവര്. അതെ, സുജിയ പറഞ്ഞത് ശരിയാണ്. ഈ ആളുകൾ 1 കിലോഗ്രാം വാങ്ങേണ്ടത് 1/2 കിലോ ആക്കും, 1/2 കിലോഗ്രാം വാങ്ങേണ്ടത് 1/4 കിലോ ആക്കും. അങ്ങനെ സാധനങ്ങളിലെ വോളിയം, ക്വാണ്ടിറ്റി കുറച്ചാണ് ഈ വില നിലവാരത്തോടെ ആളുകൾ പിടിച്ചിരിക്കുന്നത്. കാര്യം നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഒരു കുടുംബ ബജറ്റ് തട്ടിലും മുട്ടുമില്ലാതെ ഈ നീട്ടിക്കൊണ്ട് പോകണമെങ്കിൽ, വലിയ ഒരറ്റം മുട്ടിക്കണമെങ്കിൽ വലിയ പാടാണ് എന്ന് തന്നെയാണ് ഈ ഉപഭോക്താക്കളും പറയുന്നത്. അത്തരത്തിൽ വില നിലവാരം കുതിച്ചുയർന്നു. നമുക്കറിയാം, മത്തി ഇപ്പോൾ വിപണിയിലെ സൂപ്പർ സ്റ്റാറായി മാറിയിരിക്കുന്നു. വലിയ തോതിൽ വിലയുണ്ട്. ആലപ്പുഴയിൽ തന്നെ 320-340 റേഞ്ചാണ്
1 കിലോഗ്രാം മത്തിയുടെ വില. അപ്പോൾ പച്ചക്കറിയുടെ വിലയും ആ നിലയ്ക്ക് മാറി. ഇപ്പോൾ കോവലിനൊക്കെ പോലും 40-50 രൂപയിലേക്ക് അപ്പുറത്തേക്ക് വില വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു തരത്തിൽ ഒരു മെഴുക്കുവരട്ടി പോലും ഉണ്ടാക്കി കഴിക്കാൻ പറ്റാത്ത തരത്തിൽ വില മാറുകയാണ്. ഓക്കെ, ആർ ശ്രീജിത്ത്, ആലപ്പുഴയിലെ മാർക്കറ്റിൽ അങ്ങനെ പച്ചക്കറിക്കൊന്നും അതിമധുരം എന്ന് പറയാൻ കഴിയില്ല. ആലപ്പുഴയിൽ അതിമധുരം എന്നൊന്നും പാടാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ പറമ്പിലൊക്കെ ഒന്ന് നട്ട് നനച്ച് വളർത്തുകയാണെങ്കിൽ ആർ ശ്രീജിത്തിനും പരീക്ഷിക്കാവുന്നതാണ്. നട്ട് നനച്ച് കുറച്ച് കോവയ്ക്കയോ പാവയ്ക്കയോ ഒക്കെ വളർത്തുകയാണെങ്കിൽ അതൊക്കെ രാവിലെ മെഴുക്ക് പുരട്ടി വെച്ചൊക്കെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാം. അതേ ഇനി നടക്കുകയുള്ളൂ. നമുക്ക് ശ്രീജിത്ത് അതിലേക്കൊക്കെ കടക്കണം കേട്ടോ. പേർപ്പിന്റെ അസുഖമുള്ളതുകൊണ്ട് തീരെ പറ്റുന്നില്ല. അപ്പൊ പിന്നെ ഇപ്പത്തെ പണി തന്നെയാണ് ബെറ്റർ. ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കാം. അപ്പോൾ താങ്ക് യു ശ്രീജിത്ത്. അതെ, നമുക്ക് കോഴിക്കോട്ടേക്ക് ഒന്ന് പോവുകയാണ് ഞാൻ. കോഴിക്കോട്ട് പച്ചക്കറികളുടെ വിലയിൽ അവിടെ ശ്രീജിത്ത് പയറിൽ പിടിച്ചു നിൽക്കുകയാണ്, തക്കാളിയിൽ പിടിച്ചു നിൽക്കുകയാണ്. പക്ഷേ കോഴിക്കോട്ട് പച്ചക്കറി വിലയിൽ കേവൻ മുരിങ്ങയ്ക്കയാണ്. കിലോയ്ക്ക് 300 രൂപയാണ് മാർക്കറ്റിലെ വില. തക്കാളി തൊട്ടാലും അവിടെയും കൈകൊള്ളുന്നുണ്ട്. 80 രൂപയാണ് റീറ്റെയിൽ മാർക്കറ്റിലെ വില. എല്ലാ സാധനങ്ങൾക്കുമുള്ള വില വർധനവ് സാധാരണക്കാരുടെ ബജറ്റിനെ ഓരോ മാസവും പച്ചക്കറി വാങ്ങുമ്പോൾ അതിനായി നീക്കിവെച്ചിരിക്കുന്ന തുക കൂട്ടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകും. ദീപക് മലയമ്മ കോഴിക്കോട്ട് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ദീപക്, കോഴിക്കോട്ടെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഇടയ്ക്ക് കൂടിയും കുറഞ്ഞുമൊക്കെ നിൽക്കുന്നതായിരുന്നു നേരത്തെ കണ്ടത്, ഇന്നെങ്ങനെ? ഈ പച്ചക്കറി വില റോക്കറ്റ് വിട്ട പോലെ കുത്തനെ മുകളിലേക്കാണ് എന്നുള്ളതാണ് പൊതുവെയുള്ള ആക്ഷേപം. ഞാനിപ്പോൾ കോഴിക്കോട് നഗരത്തിൽ തന്നെയാണുള്ളത്. ഇവിടെ ഒരു പച്ചക്കറി കടയിലേക്ക് എത്തിയതാണ്. എന്താണ് വില വിവരം? ഇത് സ്വർണം തൂക്കുന്നത് പോലെ തൂക്കേണ്ട അവസ്ഥയാണെന്നൊക്കെയാണ് പൊതുവെ പറയുന്നത്. സുബൈർക്കുണ്ട്, അദ്ദേഹത്തിൻ്റെ കടയാണ്. എന്താ സ്വർണം തൂക്കേണ്ട അവസ്ഥയായോ? ആ നിലയ്ക്ക് തൂക്കുന്ന അവസ്ഥയായോ? സ്വർണം തൂക്കുന്ന അവസ്ഥ ഇപ്പോൾ എല്ലാ സാധനത്തിനും. അതെ, എന്തൊക്കെയാ എങ്ങനെ വില നിലവാരം എങ്ങനെയൊക്കെയാ? വില തക്കാളിക്ക് ഇപ്പോൾ 80 ഉറുപ്പ്യക്കാണ്, മുരിങ്ങക്കായ്ക്ക് 300 ഉറുപ്പ്യായി, പിന്നെ പയറിന് 60 രൂപ, അങ്ങനത്തെ എല്ലാ സാധനത്തിനും, മുളകിന് എല്ലാ സാധനത്തിനും. ഈ വരുന്ന തക്കാളിക്ക് വന്നിരിക്കുന്നത് ഇപ്പം 80 രൂപയെന്നാണ് പറയുന്നത് അല്ലേ? ഈ തക്കാളിയുടെ വിലയാണ് 80 രൂപയിലേക്ക് മാറിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച ഇത് നമ്മളുടെ ഒരു വ്യത്യാസം നോക്കുകയാണെങ്കിൽ എത്ര വ്യത്യാസം വരും? ഒരു 10-30 ഉറുപ്പ്യൻ്റെ മാറ്റങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. പെട്ടിക്ക് വലിയ മാറ്റം വരില്ല. പെട്ടിക്ക് ഇപ്പോൾ 1850 ഉറുപ്പ്യായി. അത് ഓരോ ദിവസം ഇങ്ങനെ 100 രൂപ കയറ്റാണ്. വേറെന്തൊക്കെ ഐറ്റംസാണ് ഇപ്പോൾ ഇവിടെ? പയർ കാണുന്നുണ്ട്. പയറിനൊക്കെ എന്താ വില? ഈ പയറിനൊക്കെ എന്താ വില വരുന്നത്? അങ്ങനത്തെ സാധനത്തിന് 60 രൂപയാണ് അല്ലേ? ഓക്കെ, അതായത് എന്തെടുത്താലും കൈ പൊള്ളുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ചുരുക്കമായിട്ട് നമുക്ക് പറയേണ്ടി വരിക. ഈ മുരിങ്ങക്കായ അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അത് 2 ദിവസം കൊണ്ടാണ് ഇപ്പോൾ ഇത്ര വില ആയത്. എത്ര മാറ്റമായി? അതൊരു 200 ഉറുപ്പ്യൻ്റെ മാറ്റം വരെ വന്നപ്പോൾ. ആണോ? ഇപ്പം മാർക്കറ്റിൽ നമ്മൾ വിൽക്കുന്ന എത്ര രൂപയ്ക്കാണ്? വിൽക്കുന്നത് 300 ഉറുപ്പ്യക്ക്. 300 രൂപയായി മുരിങ്ങക്കായ്ക്ക്. ഓ, അത് ശരി. ബീൻസിന് ഇതേമാതിരി 200 രൂപയായി. 200 രൂപ. നേരത്തെ എത്ര ഉണ്ടായിരുന്നു? നേരത്തെ തന്നെ 60-70 രൂപയൊക്കെ ആയിരുന്നു. ഇതിൽ ഏറ്റവും സ്റ്റാർ ഐറ്റം ഇപ്പോൾ നമ്മൾ പറയേണ്ട ഏതായിരിക്കും കൈ പൊള്ളുന്ന ഐറ്റം എന്ന് പറയുന്നത്? മുരിങ്ങക്കായ് തന്നെ. മുരിങ്ങക്കായ്, തക്കാളി അധികം ആൾക്കാർ ഉപയോഗിക്കണത് ഇപ്പോൾ. മുരിങ്ങക്കായ് ഇല്ലെങ്കിലും പോട്ടെ, തക്കാളി എന്തായാലും ഒരു കറിക്ക് എന്തായാലും വേണമല്ലോ. അതിലിപ്പം മറ്റേ എന്താണ്, പയറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കോളിഫ്ലവർ, കേബേജ്, അത് അങ്ങനത്തെ ഐറ്റംസിനൊക്കെ അതൊന്നും കൂടിയിട്ടൊന്നുമില്ല. സാധാ മട്ട തന്നെ. ഈ 2-3-4 സാധനത്തിനാണ്. പിന്നെ വെളുത്തുള്ളി എത്ര വന്നുണ്ട്? വെളുത്തുള്ളി ഇപ്പോൾ 220 ഉറുപ്പ്യായി. എത്ര മാറ്റമുണ്ട്? അത് 20 ഉറുപ്പ്യ, 10 ഉറുപ്പ്യ അങ്ങനത്തെ മാറ്റങ്ങളുള്ളൂ. ഇതിൽ മാറ്റം ഇല്ലാത്ത ഏതെങ്കിലും ഐറ്റം ഉണ്ടോ? ഇതിന് മാറ്റമില്ലാത്തപ്പോൾ ഒന്നുമില്ല, ഒക്കെ ഒരേ സെയിം റേറ്റ് തന്നെയാണ്. അതായത് എല്ലാത്തിനും കൂടിയിട്ടുണ്ട്. എന്താ ഇതിനൊരു ഇങ്ങനെ ഇത്രയും സാധനങ്ങൾ നമ്മൾ വിൽക്കുമ്പോഴേ ആളുകൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ലേ വില കൂടുമ്പോൾ? ആളുകളുടെ ഇപ്പൊ എനിക്ക് അതിനെ പറ്റി അറിയാൻ കഴിയണില്ല. ആദ്യം പറഞ്ഞ് വെള്ളം ചാഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ മഴ തൊട്ട് പിന്നെ വെള്ളം ഉണ്ടല്ലോ. വെള്ളത്തിന് സീസൺ കഴിയുമ്പോൾ സാധനത്തിന് വില കൂടല്. പിന്നെ വില കുറയും കാരണമൊന്നുമില്ല. പിന്നെ വില കുറയുമ്പോൾ ജനങ്ങൾക്ക് ഇത് മറന്നു പോണാണ്. എല്ലാ കൊല്ലം ഉണ്ടാകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എടുത്തു കൊടുക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലേ? ഇല്ല, നമുക്ക് ടെൻഷനാണ്. നമുക്ക് കൂടുമ്പോൾ ടെൻഷൻ. വില കൂടുന്ന ടൈമിൽ ജനങ്ങളെ ചെയ്ത് നമ്മൾ കേൾക്കുക, അതാണ് പ്രശ്നം. അതായത് ഈ വില ഇങ്ങനെ കൂടുതലാവുന്ന സമയത്ത് അവരുടെ ചീത്തയും കൂടി നമ്മൾ കേൾക്കേണ്ട അവസ്ഥ വരും എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ എടുത്തു കൊടുക്കുന്നതിലേ ഗ്ലാമർ ആയിട്ട് ഇപ്പോൾ തോന്നിയതല്ലേ? എല്ലാ സാധനം ഗ്ലാമർ തന്നെയാണ്. ഭക്ഷണം കഴിക്കുന്ന സാധനം എന്താണ് ഈ ഭക്ഷണം കഴിക്കുന്ന സാധനം ആയതുകൊണ്ട് എല്ലാം ഗ്ലാമർ തന്നെയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടിയ വിലയുള്ളത് മുരിങ്ങക്കായ അല്ലേ? മുരിങ്ങക്കായ ഇപ്പം മുരിങ്ങക്കായ മേളിലാണ് നിൽക്കുന്നത്. ഇപ്പോഴത്തെ കിങ് അതാണ്. അടുത്ത കിങ്ങായി മാറാൻ ആരെങ്കിലും പെട്ടെന്ന് മത്സരത്തിലുണ്ടോ? ഇല്ല. അത് ചിലപ്പോൾ സവാള എന്ത് വില? ചിലപ്പോൾ 2 സവാള വില കുറവ് 40 രൂപ. അതൊക്കെ വില കുറവാണ്. വെണ്ടയ്ക്കോ? അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്നു. ഇപ്പോൾ സവാളക്ക് ചെറുങ്ങനെ മാറ്റം വന്നിരിക്കണ്.
ഇനി ഇങ്ങനെ കൂടും. 2 മായമ്പാടെ പെയ്യാണെങ്കിൽ ഫുള്ളാവും. അതേമാതിരി ഇത് ഉള്ള ഏരിയയിൽ മഴയാണെങ്കിൽ ചില സ്ഥലത്ത് വെള്ളം കിട്ടില്ല, ചില സ്ഥലത്ത് വെള്ളം ഓവറായിട്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമാണ്. വെള്ളമാണ് ഇപ്പോൾ ചതിച്ചാൽ പറഞ്ഞു തരുന്നത്. പിന്നെ അതല്ല, സീസൺ കഴിയുമ്പോൾ എല്ലാ സാധനത്തിനും വില കൂടും. മറന്നു പോകുന്നതാണ്. പിന്നെ അത് ജനങ്ങൾക്ക് മറക്കും. ഒരു സീസണിൽ നല്ല വില ഉണ്ടോ, എല്ലാ കൊല്ലം ഉണ്ടാകേണ്ടത്. ഏത് കൊല്ലം കഴിഞ്ഞ കൊല്ലം ഉണ്ടായില്ലേ ഇതൊക്കെ കളിക്കുക, അതെല്ലാ കൊല്ലം ഉണ്ടാകും. അതായത് ദൈവം പറഞ്ഞു വരുന്നത് വിലയൊക്കെ എന്താണ്, വില കുറയുമ്പോൾ പിന്നെ ജനങ്ങൾക്ക് ഇത് മറക്കും. അതാണ്. പിന്നെയും വില കൂടുമ്പോൾ പിന്നെയും ജനങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പൈസ പോകുമ്പോഴാണല്ലോ. എന്തൊരു വിലയാണിത്, അതാണ് സംഭവിക്കല്. ഓക്കെ, എന്തായാലും ഇങ്ങനെയാണ്. അതായത് ഒരുവിധം എല്ലാ സാധനങ്ങളുടെയും വിലയിൽ ഗണ്യമായ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും സ്റ്റാർ ഐറ്റമായി നിൽക്കുന്നത് ഇപ്പോൾ മുരിങ്ങ ആണ് എന്നുള്ളതാണ്. മുരിങ്ങക്കായുടെ വില ആ തരത്തിൽ കൂടിയിട്ടുണ്ട്. 300 രൂപയായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചിലപ്പം പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കോഴിക്കോട് നഗരത്തിലും ഇത്തരത്തിൽ തന്നെയാണ്. വ്യാപാരികളെ സംബന്ധിച്ച് അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ചേട്ടൻ എന്ത് വാങ്ങിക്കാൻ വന്നേ? പച്ചക്കറി പച്ചക്കറിക്കടയിൽ പോയിട്ട് ദീപക് മലയമ്മ ചോദിക്കുകയാണ് എന്ത് വാങ്ങിക്കാൻ വന്നതാണ്. എന്റെ ദീപക്കെ തക്കാളി ഉള്ളി 40 റുപ്യ. പണിയാവൂ? എന്ത് ചെയ്യാനാ, കഴിയാത്ത അവസ്ഥ, തിന്നണ്ടേ. വില വയ്ക്കാകുമ്പോൾ തിന്നാൻ കഴിയില്ലല്ലോ. അങ്ങനെയൊക്കെയാണ് സംഗതി. വാങ്ങിച്ചാണ് പോവാൻ. ആ പച്ചക്കറിക്കടയിൽ പോയിട്ട് നമ്മുടെ ദീപക് മലയമ്മയുടെ ഒരു കുസൃതി എന്ത് വാങ്ങിക്കാൻ വന്നതാണെന്ന്. അവിടെ പച്ചക്കറി അല്ലാതെ വേറെ എന്താ വാങ്ങിക്കാൻ വരിക? പച്ചക്കറി വാങ്ങിക്കാൻ ചെല്ലുന്നവരൊക്കെ എന്ത് വാങ്ങിക്കണം എന്ന് കരുതി ഇങ്ങനെ ആശങ്കപ്പെട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ദീപക് ചോദ്യമായി എത്തിയത്. ദീപക് ചോദിച്ച എല്ലാവരും പറഞ്ഞ മറുപടികൾ കേട്ടല്ലോ. ചില ദിവസങ്ങളിലൊക്കെ വില കൂടി വരുന്നത് നമ്മൾ കാണും, ചില ദിവസങ്ങളിൽ കുറയും. ഇങ്ങനെ വിപണിയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നെങ്കിലും ഒരുപാട് താഴേക്ക്, അതായത് നമ്മൾ കഴിഞ്ഞ വർഷം ഇതേ സമയം വാങ്ങിയ വിലയിലേക്ക് അല്ലെങ്കിൽ 2 മാസം മുൻപ് വാങ്ങിയ വിലയിലേക്ക് തിരിച്ചു പോകാൻ കുറച്ച് ഒരു മടി കാണിക്കുന്നുണ്ട് ഈ പച്ചക്കറിയുടെ വില എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ വില നിലവാരം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ വിപണിയിൽ വില കൂട്ടുന്നവരൊക്കെ ഒന്ന് ജാഗ്രതയോടെ ഇരിക്കും. നമ്മുടെ പോക്കറ്റിലെ കാശ് ചോരാതെയും ഇരിക്കും.